ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഹെന്ന ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഹെയർ കെയർ ടിപ്സാണ് പറയാൻ പോകുന്നത്. ആദ്യം മുതൽ അവസാനം വരെ കാണുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. തലമുടിയിൽ ഒരു 14 വയസ്സ് കഴിഞ്ഞ് ആർക്കും ഹെന്ന അപ്ലൈ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല. സ്കാൽപ്പിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ മുടി വളർച്ച കൂട്ടുന്നതിനും ഹെന്ന ഇടുന്നത് സഹായിക്കുന്നുണ്ട്. മുടിയുടെ ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു മരുന്ന് തന്നെയാണ് ഹെന്ന എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങുക. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. എണ്ണമയം ഒരുപാടുള്ള മുടിയുള്ള ആൾക്കാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഡ്രൈ ഹെയർ ഉള്ളവർ ഹെന്ന ഇടുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ മുടി ചിലപ്പോൾ വരണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഹെന്നയുടെ റെസിപ്പി പറയുന്നതിന് മുമ്പായിട്ട് ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരാളുടെ മുടി ചെറുപ്പത്തിൽ തന്നെ നരച്ചു. അപ്പോൾ ആ നര മറയ്ക്കാനായിട്ട് കെമിക്കൽ ഡൈകൾ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. പിന്നീടുണ്ടായ അനുഭവം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ തലമുടി മുഴുവനും നരച്ച അവസ്ഥയായിപ്പോയി. ഇതൊരു പക്ഷേ പലർക്കും നേരിട്ടിട്ടുള്ള ഒരു അവസ്ഥ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അനുഭവമാണ്. ശരിയല്ലേ? മുടി നരയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ളവർ പ്രത്യേകം ഹെൽത്തിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. അതായത് നെല്ലിക്ക ജ്യൂസ് കുടിക്കുക. സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ യോഗ ചെയ്യുക. യോഗ ഇപ്പോൾ അറിയില്ലെങ്കിൽ അത് നല്ലൊരു യോഗ ട്രെയിനിങ് സെൻറ്ററിൽ പോയിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ തലയോട്ടിയുടെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. മുടി നരച്ചു തുടങ്ങിയ എല്ലാവർക്കും തന്നെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഹെന്ന ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. പലർക്കും ഹെന്നയെക്കുറിച്ച് ഒരുപാട് ഡൗട്ട്സാണ്. ഹെന്ന ഒരിക്കലും നമ്മുടെ കറുത്ത മുടിയെ നിറം മാറ്റുകയല്ല ചെയ്യുന്നത്. പലർക്കും അത്തരത്തിലൊരു പേടിയുണ്ട്, നമ്മുടെ ടോട്ടൽ മുടി ബ്രൗൺ നിറമായി പോകുമോ എന്നുള്ളത്. ഞാൻ മാസത്തിൽ ഒരിക്കൽ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ മുടി ഒരിക്കലും ബ്രൗൺ നിറമായി കംപ്ലീറ്റ് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട കേട്ടോ. മുടിയുടെ സംരക്ഷണത്തിനായി മുടി നരച്ചിട്ടില്ലാത്തവർക്കും ഹെന്ന അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ തൈര് ചേർക്കാം. അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളമൊക്കെ അപ്ലൈ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഞാനിന്ന് തയ്യാറാക്കുന്ന ഹെന്ന വൈറ്റ് ഹെയർ ഒരു മെറൂൺ കളറാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര, നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള അത്ര ഹെന്ന പൗഡർ എടുക്കുക. കട്ടയുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഉടച്ച് വയ്ക്കുക. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡറാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ മുടിക്ക് അത്രയും മതി. കാര്യം ഞാൻ എല്ലാം ഫുൾ അപ്ലൈ ചെയ്യുന്നില്ല. ഇപ്പോൾ വൈറ്റ് ഹെയർ ഉള്ള പാർട്ടിൽ മാത്രമാണ് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് അപ്ലൈ ചെയ്യുക. അത് മാസത്തിൽ ഒന്നാണ് ചെയ്യുക. അപ്പോൾ ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ലിക്വിഡ് അല്ലെങ്കിൽ വെള്ളം വേണം. അതിനായിട്ട് നമ്മൾ തേയില വെള്ളം അതുപോലെ തന്നെ കാപ്പിപ്പൊടി, ഇത് രണ്ടും തേയിലയും കാപ്പിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെള്ളം തയ്യാറാക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് വെള്ളത്തിൽ ഈ പൊടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് നമ്മൾ അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഹെന്ന മിക്സ് ചെയ്യാനായിട്ട് എപ്പോഴും ഇരുമ്പ് ചീനച്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഡാർക്കായിട്ടുള്ള നിറം കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹെന്ന പൗഡറിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേയിലയും കാപ്പിപ്പൊടിയും ചേർന്നുള്ള ആ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഒന്നിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് 1 മണിക്കൂർ കഴിഞ്ഞൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നിറം കിട്ടില്ല. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുക, പിറ്റേ ദിവസം ചെയ്യുക. അതായിരിക്കും ഏറ്റവും നല്ലത്. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള നമുക്ക് ഡാർക്ക് ഷെയ്ഡ് കിട്ടാൻ സാധ്യതയുള്ളൂ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെന്ന അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുടിയിൽ ഒട്ടും എണ്ണമയം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മുടിയിലൊക്കെ എണ്ണമയം ഉള്ള സമയത്താണെങ്കിൽ ആ ദിവസം ഹെന്ന അപ്ലൈ ചെയ്യാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്തതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം വാഷ് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് സോപ്പോ അല്ലെങ്കിൽ കെമിക്കൽസുള്ള ഷാമ്പുവോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിക്കളയുക. തണുത്ത വെള്ളം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തലമുടി നരയ്ക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ജീവിത രീതിയും പ്രായവും പാരമ്പര്യവും ഒക്കെയാണ്.
ചില അസുഖങ്ങൾ മൂലവും നമ്മുടെ മുടി നരയ്ക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെ ആയാലും നരയ്ക്കുന്ന ആ പ്രോസസ്സ് സ്ലോ ഡൗൺ ചെയ്യിക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിയുന്നതാണ്. അതിനായിട്ട് നമ്മുടെ ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള ആഹാരം ധാരാളം ഉൾപ്പെടുത്തുക. ഏലക്കയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ബ്രഹ്മിയും നെല്ലിക്കയും ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്നത് മുടി നിരയെ പിടിച്ചു നിർത്താൻ പോകുന്ന മരുന്ന് തന്നെയാണ്. ഇപ്പോൾ ഓൾറെഡി കുറേ മുടി നരച്ചവർക്ക് നമ്മൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഹെയർ കെയർ ടിപ്സുകളുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.